പയ്യന്നൂരിൽ ബിജെപി സിപിഎം സംഘർഷം. സംഭവത്തിൽ ബിജെപി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പയ്യന്നൂർ സ്വദേശി വിനോദ് കുമാറാണ് കൊല്ലപ്പെട്ടത്. 2 ബിജെപി പ്രവർത്തകർക്ക് സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. പയ്യന്നൂർ പെരുമ്പയിൽ വൈകിട്ട് 4 മണിയോടെയായിരുന്നു അക്രമസംഭവം നടന്നത്. പയ്യന്നൂർ പെരുമ്പയിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സിപിഎം ബിജെപി പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. അക്രമത്തിൽ ബിജെപി പ്രവർത്തകനായ വിനോദ് കുമാർ വെട്ടേറ്റ് മരിച്ചു. പയ്യന്നൂർ സ്വദേശിയാണ് 28-കാരനായ വിനോദ് കുമാർ. ബിജെപി പ്രവർത്തകരായ അന്നൂരിലെ ഓട്ടോ ഡ്രൈവർ നാരായണൻ, പാടിച്ചാൽ സ്വദേശി ലക്ഷ്മണൻ എന്നിവർക്കും സംഘർഷത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വിനോദിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. ബിജെപിയുടെ പ്രമുഖ നേതാക്കൾ പരിയാരത്തെത്തിയിട്ടുണ്ട്. KT ജയകൃഷ്ണൻ ബലിദാൻ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട്ട് നിന്നും വരികയായിരുന്ന ബിജെപി പ്രവർത്തകരുടെ വാഹനം കരിവള്ളൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞുവെച്ചതിനെ തുടർന്നായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. വിവരമറിഞ്ഞ് ബിജെപി പ്രവർത്തകർ പെരുമ്പയിൽ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചതോടെ സംഭവസ്ഥലം സംഘർഷഭരിതമാവുകയായിരുന്നു. ഇതിനിടയിൽ പെരുമ്പയിൽ ഡിവൈഎഫ്ഐയുടെ കൊടിമരവും സിപിഎം പ്രചരണ ബോർഡുകളും ബിജെപി പ്രവർത്തകർ തകർത്തതോടെ സംഘടിച്ചെത്തിയ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരെ നേരിടുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ദേശീയപാതയിൽ പെരുമ്പ പാലത്തിന് സമീപം അഗ്നിക്കിരയാക്കി. സംഘർഷ വിവരമറിഞ്ഞ് സ്ഥലത്ത് കുതിച്ചെത്തിയെങ്കിലും അംഗബലം കുറവായിരുന്നതിനാൽ പോലീസ് ആദ്യഘട്ടങ്ങളിൽ നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയായിരുന്നു. കൂടുതൽ പോലീസ് സേനയെത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കുത്തേറ്റ വിനോദ് കുമാറിനെ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. സ്ഥലത്ത് ഇപ്പോൾ കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെരുമ്പയിൽ സിപിഎം ബിജെപി സംഘർഷത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകൾ നീണ്ട ഭീകരാന്തരീക്ഷം. ബിജെപി പ്രവർത്തകർ സഞ്ചരിച്ച വാഹനം അഗ്നിക്കിരയാക്കി. പോലീസ് ഏറെ നേരം നിഷ്ക്രിയാവസ്ഥയിലായിരുന്നു. സംഭവം ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. സിപിഎം ബിജെപി സംഘർഷത്തെ തുടർന്ന് പെരുമ്പ ദേശീയപാതയിൽ ഗതാഗതം 1 മണിക്കൂറോളമാണ് തടസ്സപ്പെട്ടത്. സംഘർഷ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ നെറ്റ്വർക്ക് ചാനൽ വാർത്താ സംഘത്തിനു നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. പയ്യന്നൂരിൽ നിന്നെത്തിയ പോലീസ് സംഘത്തിന് ആദ്യഘട്ടത്തിൽ രംഗം ശാന്തമാക്കാനായില്ല. ഇതിനിടയിൽ പെരുമ്പ പാലത്തിനടുത്ത് ബോംബെറിഞ്ഞ് സംഘർഷാന്തരീക്ഷം കൂടുതൽ രൂക്ഷമാക്കുക കൂടി ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി. പലരും വാഹനം തിരിച്ചുവിട്ടും തിരിച്ചുവിടാൻ കഴിയാത്തവർ വാഹനത്തെ തന്നെ കൈയൊഴിഞ്ഞും സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു. കൂടുതൽ പോലീസ് സേനയെത്തിയാണ് അക്രമികളെ തുരത്തിയോടിച്ചത്. പയ്യന്നൂരിൽ നീണ്ടകാലമായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സമാധാന അന്തരീക്ഷമാണ് ഞായറാഴ്ചത്തെ സംഭവത്തോടെ തകർക്കപ്പെട്ടത്. ബിജെപി സിപിഎം സംഘർഷം തുടർക്കഥയായിരുന്ന ജില്ലയിൽ ഇവർ തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷം ഈ അടുത്ത കാലത്തായി രൂപപ്പെട്ടു വരികയായിരുന്നു. പയ്യന്നൂരിൽ അരങ്ങേറിയ സംഭവത്തിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന ഉത്കണ്ഠയിലാണ് ഇപ്പോൾ ജനങ്ങൾ. പയ്യന്നൂരിൽ ബിജെപി പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ തിങ്കളാഴ്ച ബിജെപി ഹർത്താൽ പ്രഖ്യാപിച്ചു. പെരുമ്പയിൽ വൈകിട്ട് നടന്ന സിപിഎം ബിജെപി സംഘർഷത്തിലാണ് ബിജെപി പ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. 2 ബിജെപി പ്രവർത്തകർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.